പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ വചനഭാഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് യേശു നമ്മോട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ പദവി അനുസരിച്ച് നമ്മൾ അവരെ ബഹുമാനിക്കണം എന്നുള്ളത് തന്നെ. ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് അനുകരിക്കാൻ പറ്റാത്തതായിരിക്കാം. അവർ പറയുന്നത് സത്യമായിട്ടുള്ളതായിരിക്കാം, അത് നമ്മൾക്ക് അനുസരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങൾ അനുകരിക്കരുതെന്ന് യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് ആശ്രയിച്ച് ജീവിക്കാം. ക്രിസ്തുവാകുന്ന ഏക നേതാവിനെ നമുക്ക് ആശ്രയിച്ച് അനുകരിച്ച് ജീവിക്കാം. യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വേറൊരു ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷകരായിരിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ തന്നെ തന്നെ ഉയർത്തുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ താഴ്ത്തപ്പെടും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ദാസന്റെ രൂപം ധരിച്ചുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കാം. നല്ല പേര് ലഭിക്കുവാനായിട്ട് ജീവിക്കാതെ മറ്റുള്ളവരെ അനുസരിച്ചും സ്നേഹിച്ചും സേവിച്ചും വലിമപ്പെട്ടുമൊക്കെ ജീവിക്കുമ്പോൾ അവിടെ ദൈവകൃപയുണ്ടാകുന്നു. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.